ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പഞ്ചസാര മെൽറ്റായി ഇതുപോലെ പതഞ്ഞു വരുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. പഞ്ചസാര നന്നായിട്ട് പതഞ്ഞു കഴിയുമ്പോൾ അതിലോട്ട് 1/4 കപ്പ് ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മുഖത്തോട്ടൊക്കെ തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ പീസ് ജാതിക്ക ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഓറഞ്ചിന്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പാണുള്ളത്. അതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അതൊരു പാനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിലോട്ട് 1/2 കപ്പ് ഉണക്കമുന്തിരി, 1/4 കപ്പ് ഈന്തപ്പഴം, 1 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാര ഉണ്ടല്ലോ, അതും ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിന്റെ പകുതി അതായത് 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. 3 തവണ വേണം ഇത് അരിച്ചെടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഓറഞ്ചിന്റെ ജ്യൂസ് എടുത്തത് കൈകൊണ്ടാണ് ഞാൻ പിഴിഞ്ഞെടുത്തത്. മിക്സിയിൽ അടിച്ചെടുത്താൽ കുരുവൊക്കെ പെട്ടിട്ട് കയ്പ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ആദ്യം തന്നെ സ്പീഡ് കുറച്ചിട്ടിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. പഞ്ചസാര പൊടിയാണല്ലോ, അത് മുഖത്തോട്ടൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ആയ ശേഷം ഹൈ സ്പീഡിലിട്ടിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. 2 മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം സ്പീഡ് കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഹൈ സ്പീഡിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുട്ടയും ഈ ബട്ടറും കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അത് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വന്നപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അതും ചേർത്ത് കൊടുത്തിട്ട് സ്പീഡ് കുറച്ചിട്ടിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഹൈ സ്പീഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേക്കിന് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഓറഞ്ച് ജ്യൂസിൽ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് ചൂടാറി വന്നിട്ടുണ്ട്. അത് നമ്മൾ അരിച്ചു വെച്ച മൈദയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 5-6 ആൽമണ്ട്സും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഈ മൈദയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഡ്രൈ ഫ്രൂട്ട്സും മൈദയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് മൈദ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടണം. ആ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യണത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിന്റെ അടിയിലോട്ട് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ എടുത്തു വെച്ച മൈദ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പകുതി മൈദ ഈ ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ബാക്കി മൈദ കൂടി ബൗളിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രേ റെഡിയാക്കിയിട്ട് വെക്കണം. കേക്കിന്റെ മിക്സ് റെഡി ആയാൽ ഉടനെ തന്നെ ട്രേയിലോട്ട് മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ കേക്കിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലോട്ട് കുറച്ച് ബട്ടർ പുരട്ടി കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് മൈദയും വിതറി കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഈ കേക്കിന്റെ ബാറ്റർ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ആൽമണ്ട് പൊടിച്ചതും ഒക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇത് ഓവനിൽ 180 ഡിഗ്രിയിൽ 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.